ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ദോശ ചുട്ടെല്ലാം കേട്ടോ. ഈ ദോശ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയോ? ഇത് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരൂർ വന്നിട്ടാട്ടോ ഈ ദോശ ചുട്ട് പഠിക്കുന്നത്. ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് ഇന്ന് ഒരുപാട് സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് മരുമകൾ വരുന്നുണ്ട്, പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് അവൾ വരുന്നുണ്ട്, അവളും ബേബിയും വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒക്കെ ഓരോ ത്രില്ലിലാണ് കേട്ടോ. ഒരുപാട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോ സാധനങ്ങൾ ഞാനിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഇത് നമ്മളെ പഴുത്ത മാങ്ങയിട്ട് ഒരു സ്പെഷ്യൽ ഡിഷാണ്, സൈഡ് ഡിഷാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അവർ എയർപോർട്ടിൽ 8:30 എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെയും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഞങ്ങൾ കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. ഞണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, മാങ്ങ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അതാ അവരെത്തിയിട്ടോ, എയർപോർട്ടിൽ നിന്ന് അവരെത്തി. അങ്ങനെ മോന് ഭയങ്കര കരച്ചിൽ കേട്ടോ. അപ്പോൾ അവൻ നമ്മളൊന്നും കുറച്ചായിട്ട് കാണില്ലല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു വാശിയൊക്കെ ഉണ്ടായി അവന്. അങ്ങനെ അവന് വേണ്ടിയിട്ട് ചെറിയൊരു കാറൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് ഞങ്ങൾ കേട്ടോ. അവന് എന്താ പറയുക, എന്തെങ്കിലും ഒരു ടോയൊക്കെ വേണ്ടേ. അപ്പോൾ അത് ആ കാറിലൊക്കെ ഇരുത്തി ആളൊന്നിങ്ങനെ ഓക്കായി വരികയാണ്. അങ്ങനെ അതാ ഞങ്ങൾ കോഴിക്കോട് നിന്ന് അനിയത്തിയൊക്കെ വന്നിരുന്നു. അവരെല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ച് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ദാ ബീച്ചിലേക്ക് ഇറങ്ങി. ബീച്ച് പിന്നെ നമുക്ക് എത്ര കണ്ടാലും മതിയാവാത്ത സാധനമാണല്ലോ ഈ കടലെന്ന് പറയണത്. എത്ര എവിടേക്ക് പോയിട്ടില്ലെങ്കിലും ഒരുപാട് തവണ പോയാലും മതിയാവാത്തൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ കുട്ടികളൊക്കെ വെള്ളത്തിൽ കുറേ കളിച്ച് മോനും നല്ല ഹാപ്പിയായി, അവനക്കും ഭയങ്കര ഇഷ്ടമായി. കുറച്ചൊക്കെ ഇങ്ങനെ മണ്ണിലേക്ക് ഇറങ്ങാനൊക്കെ ഒരു മടി ഉണ്ടായിരുന്നിട്ടാ. പിന്നെ അങ്ങോട്ട് മണ്ണിൽ നമ്മളെ സാധാരണ പിള്ളേർ കളിക്കുമ്പോൾ തന്നെ പിള്ളേർ കൂടുതൽ അവൻ നല്ല എൻജോയ് ചെയ്ത് കളിച്ച് കുറേ നേരം വെള്ളത്തിലും കളിച്ച്. അങ്ങനെ ഞങ്ങൾ നല്ല ശരിക്കും പറഞ്ഞാൽ ബീച്ചിൽ നല്ലോണം എൻജോയ് ചെയ്ത് കുറച്ച് സമയം ബീച്ചിൽ എൻജോയ് ചെയ്ത് അതെല്ലാം കഴിഞ്ഞ് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി എന്ത് ചെയ്ത് അടിപൊളിയായിട്ടുണ്ട് പിരിഞ്ഞ്. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഇൻഷാ അല്ലാഹ്. ബൈ.